നിയോഗത്താലി ഭാഗം 3. പുതിയ സ്ഥലവും പരിചയമില്ലാത്ത ആൾക്കാരും സച്ചുവിൽ വീർപ്പുമുട്ടലുണ്ടാക്കി. വിവാഹത്തോടനുബന്ധിച്ച് മേലേപ്പാട്ട് തറവാട്ടിൽ എല്ലാവരും ഉണ്ടായിരുന്നു മനുവിൻ്റെ വീട്ടിൽ. അതുകൊണ്ട് തന്നെ പിന്നീട് മനുവിനോടൊന്ന് സംസാരിക്കാനുള്ള സാഹചര്യം ഒത്തുവന്നില്ല അവൾക്ക്. 3 ദിവസം മനുവിനോടൊപ്പം ഈ വീട്ടിൽ കഴിയണമെന്നോർക്കെ അവളിൽ നേർത്ത ഭയം ഉളവാക്കിക്കൊണ്ടിരുന്നു. സന്ധ്യ കഴിഞ്ഞതോടുകൂടി ഓരോരുത്തരായി മേലേപ്പാട്ടേക്ക് പോയി തുടങ്ങി. പൂജ കഴിയും വരെ എല്ലാവരുടെയും താമസം അവിടെയാണ് ഒരുക്കിയിരിക്കുന്നത്. ഇന്നലെ വരെ മനുവും വീട്ടുകാരും അവിടെ തന്നെയായിരുന്നു. കല്യാണം കഴിഞ്ഞതുകൊണ്ട് അവർ മാത്രം മനുവിൻ്റെ വീട്ടിൽ തന്നെ നിന്നു. ആളുകൾ ഒഴിഞ്ഞപ്പോൾ ഉഷ സച്ചുവിനെ കൂട്ടി അവരുടെ റൂമിലേക്ക് കൊണ്ടുപോയി. സൗപർണിക മോളെ, കുളിച്ചിട്ട് ഈ ചുരിദാർ ധരിച്ചോളൂ. മോളുടെ അമ്മ കൊടുത്തു വിട്ടതാണ്. നാളെ നമുക്ക് മോൾക്ക് വേണ്ട ഡ്രസ്സെല്ലാം വാങ്ങിക്കാം പറഞ്ഞുകൊണ്ട് അലമാരയിൽ നിന്ന് ഡ്രസ്സ് എടുത്തു വെച്ച് സച്ചുവിൻ്റെ ആഭരണങ്ങളും മുല്ലപ്പൂവും അഴിച്ചു മാറ്റാൻ സഹായിച്ചു ഉഷ. കണ്ണാടിയിലൂടെ കാണുന്ന ഉഷയുടെ പ്രതിബിംബം സച്ചുവിൻ്റെ കണ്ണുകളിൽ നിറച്ചു. അമ്മയെ കാണാനും ആ ചൂടിൽ പതുങ്ങാനും അവൾ ആ നിമിഷം ആഗ്രഹിച്ചു. സച്ചുവിൻ്റെ കലങ്ങിയ കണ്ണുകൾ ഉഷയും കണ്ടു. എന്താ മോളെ, കണ്ണെന്താ ഇങ്ങനെ നിറഞ്ഞിരിക്കുന്നേ? തിരിഞ്ഞു നിന്ന് ഉഷയെ കെട്ടിപ്പിടിച്ചവൾ. ഒന്നുമില്ല, അമ്മയെ ഓർമ്മ വന്നു. എല്ലാവരെയും വല്ലാതെ മിസ് ചെയ്യുന്നു. അയ്യേ, ഇതിനാണോ ഇങ്ങനെ കണ്ണ് നിറയ്ക്കുന്നത്? നാളെ കാവിൽ വെച്ച് എല്ലാവരെയും കാണാലോ. പൂജയ്ക്ക് അവരെല്ലാവരും ഉണ്ടാവില്ലേ? ഇപ്പം മോള് പോയി കുളിച്ച് സുന്ദരിയായി വന്നേ. സച്ചുവിൻ്റെ പുറത്ത് തലോടി സമാധാനിപ്പിച്ചുകൊണ്ട് ഉഷ കയ്യിൽ ടവൽ വെച്ചു കൊടുത്തു. ആൻറ്റി എന്നെ സച്ചു എന്ന് വിളിക്കാവോ? സൗപർണിക എന്ന് വിളിക്കുമ്പോൾ ഒരുപാട് അകലമുള്ളതുപോലെ ഉഷയെ സ്നേഹത്തോടെ നോക്കി അവൾ. വിളിക്കാലോ. അതുപോലെ ആൻറ്റി അല്ല, അമ്മയാണ് കേട്ടോ. മനുവിൻ്റെ അമ്മ സച്ചുവിൻ്റെ അമ്മയല്ലേ. മോള് സങ്കടപ്പെടാതെ പോയി ഫ്രഷായി വന്നേ. ഉഷ അവളെ സമാധാനിപ്പിച്ച് ബാത്റൂമിലേക്ക് പറഞ്ഞു വിട്ടു. ബാത്റൂമിൽ പോയി ഫ്രഷായി വരുമ്പോഴും അവളെ കാത്തു നിൽക്കുന്ന ഉഷയെ കണ്ട് സച്ചുവിൽ ഒരു തണുപ്പ് വീണു. അമ്മ പോയില്ലായിരുന്നോ? കട്ടിലിലിരിക്കുന്ന ഉഷയ്ക്കടുത്തേക്ക് വന്ന് അവൾ ചോദിച്ചു. ഉഷ ചിരിച്ചുകൊണ്ട് അവളുടെ കയ്യിൽ പിടിച്ച് തനിക്കടുത്തേക്കിരുത്തി. അമ്മയ്ക്ക് മോളോട് അല്പം സംസാരിക്കാനുണ്ട്. ഉപദേശമായി കരുതണ്ടട്ടോ. ആഗ്രഹമാണ് അമ്മയുടെയും എല്ലാവരുടെയും. അമ്മയ്ക്കറിയാം, രണ്ടുപേരും പ്രതീക്ഷിക്കാതെ നടന്ന കല്യാണമാണ്. പരസ്പരം ഒന്ന് അറിയാനോ ഇഷ്ടപ്പെടാനോ ഒന്നുമുള്ള അവസരം ലഭിച്ചിട്ടില്ല. ചിലപ്പോൾ രണ്ടുപേരുടെയും ആഗ്രഹങ്ങൾക്കൊത്തുള്ള ഒരു വിവാഹം പോലുമായിരിക്കില്ല ഇത്. പക്ഷേ ഒരിക്കലും രണ്ടുപേരും കൈവിടരുത്. ഇതൊരു നിയോഗമാണ്, ദൈവം കൂട്ടിച്ചേർത്തതാണ്. പരസ്പരം താങ്ങായും തണലായും രണ്ടുപേരും എന്നും ഒരുമിച്ചുണ്ടാവണം. അമ്മ മനുവിനോട് ഇതൊക്കെ സംസാരിച്ചിട്ടുണ്ട്. രണ്ടുപേരും ആലോചിച്ച് തീരുമാനമെടുക്കണം. ഞങ്ങൾക്ക് വേണ്ടി മാത്രമായൊരു വിവാഹബന്ധമാകരുതിത്. എന്നും കൂടെ ഉണ്ടാവണം നിങ്ങൾ. ഉഷ പറഞ്ഞ വാക്കുകൾ മറുപടി പറയാനാവാതെ സച്ചു കുഴഞ്ഞുപോയി. താലി, അതിന് അതിൻ്റെതായ പ്രാധാന്യം കൽപ്പിക്കുന്നുണ്ട്. പക്ഷെ മനു, അയാൾക്ക് എന്നെ ഇഷ്ടമല്ല. എന്നേക്കാൾ ചേർച്ചയുള്ള പെണ്ണിനെ കിട്ടും. താനും ഇങ്ങനെ ഒരാളെ അല്ല ആഗ്രഹിച്ചതും. ആഗ്രഹങ്ങളൊക്കെ മാറി മറിഞ്ഞ് പരസ്പരം ഇഷ്ടപ്പെടാനാകുമോ തങ്ങൾക്ക്? സച്ചുവിൻ്റെ മനസ്സിൽ ചിന്തകൾ മുളപൊട്ടി. മോള് കുറച്ച് സമയം വിശ്രമിച്ചോ, അമ്മ വന്ന് വിളിച്ചോളാം. ഉഷയുടെ ശബ്ദമാണ് അവളെ ചിന്തയിൽ നിന്നും ഉണർത്തിയത്. സച്ചുവിൻ്റെ കവിളിലൊന്ന് തഴുകി ഉഷ ഡോർ ചാരി പുറത്തേക്ക് പോയി. ഉഷയുടെ വാക്കുകൾ അവളിൽ വീണ്ടും ആശങ്ക നിറച്ചു. അമ്മ പറഞ്ഞ ഓരോ വാക്കും ശരിയാണെന്നറിയാം, പക്ഷേ എന്ത് ചെയ്യണമെന്ന് മാത്രം അറിയില്ല. എല്ലാം വിധി പോലെ വരട്ടെ. ദേവി, നീ എല്ലാം അറിയുന്നവളല്ലേ, നേർവഴി കാണിച്ചു തരണേ. മനമൊരുകി പ്രാർത്ഥിച്ചു അവൾ. മനുവിനെ പിന്നെ കാണുന്നത് അത്താഴം കഴിക്കുമ്പോഴാണ്. ആളെ ഒന്ന് പാളി നോക്കി. ഇങ്ങനെ ഒരാൾ ഇവിടെ ഉള്ളതുപോലും ആൾക്ക് ഓർമ്മയില്ലാത്ത പോലെയാണ് തീറ്റ. ഇങ്ങനെ ഇളക്കി കളിക്കാതെ മുഴുവൻ കഴിക്ക് സച്ചു. പാത്രത്തിൽ കളം വരച്ചു കളിക്കുന്നത് കണ്ടാണ് അമ്മയുടെ സ്നേഹം നിറഞ്ഞ ശാസന. സച്ചു എന്ന വിളി കേട്ട് ആൾ ചുറ്റുമൊന്ന് നോക്കുന്നുണ്ട്. അവസാനം നോട്ടം എന്നിലെത്തിയപ്പോഴാണ് ആരെയാണ് വിളിച്ചതെന്ന് മനസ്സിലായത്. പിന്നെയും അമ്മ പറഞ്ഞപ്പോൾ വേണ്ടെങ്കിലും എങ്ങനെയൊക്കെയോ ഭക്ഷണം കഴിച്ചു തീർത്തു.
എത്രയൊക്കെ ഇവിടുത്തെ അമ്മ ചേർത്ത് പിടിച്ചിട്ടും അപരിചിതത്വം മാറുന്നില്ല. ചിലപ്പോൾ വിവാഹം കഴിഞ്ഞ ആദ്യ നാളുകൾ എല്ലാവർക്കും ഇങ്ങനെയായിരിക്കാം. അതോ തനിക്ക് മാത്രമാണോ? അച്ഛനെയും അമ്മയെയും വിച്ചുവിനെയും നെഞ്ചു വിങ്ങുന്നുണ്ട്. ഈ വയസ്സിനിടയിൽ ഒരിക്കൽ പോലും അവരെ പിരിഞ്ഞു നിന്നിട്ടില്ല. ഇതിപ്പോൾ പരിചയമില്ലാത്ത ആളുകൾക്കിടയിൽ ഒറ്റപ്പെട്ട മാൻപേടയെപ്പോലെ ഉള്ളം വിറക്കുന്നുണ്ട്. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ ശേഷം അടുക്കളയിൽ അമ്മയെ ചുറ്റിപ്പറ്റി നിന്നു. ഒന്നും ചെയ്യാൻ അമ്മ സമ്മതിച്ചില്ലെങ്കിലും കഴുകി വെക്കുന്ന പാത്രങ്ങളൊക്കെ അടുക്കി വെച്ചു. എല്ലാം കഴിഞ്ഞ് അടുക്കളയിലെ ലൈറ്റ് ഓഫ് ചെയ്യുന്നതിന് മുൻപ് അമ്മ ഒരു ഗ്ലാസ് പാൽ ഒഴിച്ച് കയ്യിൽ തന്നു. അത് വാങ്ങുമ്പോൾ കൈകൾ വിറച്ചു. ഒരിക്കലും ഇത് പ്രതീക്ഷിച്ചിരുന്നില്ല. വിവാഹശേഷം 41 ദിവസം വരെ കന്യകയായിരിക്കണം. അതുകൊണ്ട് തന്നെ ഒരുമിച്ച് മുറിയിൽ അന്തിയുറങ്ങില്ലെന്നായിരുന്നു കരുതി. ഇത് പക്ഷേ സച്ചുവിൻ്റെ നിൽപ്പ് കണ്ട് ഉഷ അവളെ ചേർത്ത് പിടിച്ചു. ടെൻഷൻ ആവണ്ട കേട്ടോ മോൾ, വരുന്ന 3 ദിവസം നിങ്ങൾ ഒരുമിച്ച് തന്നെ ഉണ്ടാവണമെന്ന് വസുദേവൻ നമ്പൂതിരിപ്പാട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. 3 ദിവസം കൂടി പൂജയുണ്ട്. അത് കഴിഞ്ഞ് 41 ദിവസത്തെ യാഗവും. അതുവരെ കന്യകരായിരിക്കണം 2 പേരും. 3 ദിവസത്തെ പൂജ കഴിയും വരെ ഒരുമിച്ച് തന്നെ ഉണ്ടാവുകയും വേണം. യാഗം കൂടി കഴിഞ്ഞാൽ എല്ലാ ദോഷങ്ങളും അവസാനിക്കും. മനുവിനോടും എല്ലാം പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. മോള് പേടിക്കാതെ അവൻ്റെ മുറിയിലേക്ക് പൊക്കോളൂ. മുകളിൽ ആദ്യത്തെ റൂമാണ്. ഉഷ എല്ലാം പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തുകൊണ്ട് അവളെ മുകളിലേക്ക് പറഞ്ഞു വിട്ടു. മനുവിനെ തനിച്ചൊന്ന് കാണണമെന്നും ഇന്നലത്തെ തൻ്റെ സംസാരത്തിൽ വിഷമമുണ്ടെങ്കിൽ ക്ഷമ ചോദിക്കണമെന്നൊക്കെ കരുതിയിരുന്നെങ്കിലും ഒന്നിച്ചൊരു മുറിയിൽ ഉറങ്ങുന്നത് ഓർക്കുമ്പോൾ ഭയം അധികരിക്കുന്നു. മനുവിൻ്റെ റൂമിൻ്റെ വാതിൽ അടഞ്ഞു കിടക്കുകയായിരുന്നു. ഒരു നിമിഷം ഒന്നവിടെ നിന്ന ശേഷം കൈകൾ ഉയർത്തി വാതിൽ തട്ടി. അല്പസമയത്തിന് ശേഷം വാതിൽ തുറക്കപ്പെട്ടു. മനുവിനെ ഒന്ന് നോക്കിയ ശേഷം സച്ചു ഉള്ളിലേക്ക് കടന്നു. കട്ടിലിൽ ഇരുന്ന് പുറത്തേക്ക് നോക്കുമ്പോൾ വിറച്ച് ഉള്ളിലേക്ക് വരുന്ന സച്ചുവിനെ കണ്ടു അവൻ. കയ്യിലെ പാൽ പകുതിയും തുളുമ്പിപ്പോയിട്ടുണ്ട്. ആ ഡോർ അടച്ചു ലോക്കിട്ടേക്ക്. ഞെട്ടിത്തന്നെ നോക്കുന്ന സച്ചുവിനെ കണ്ട് മനുവിന് ചിരി പൊട്ടി. അവളുടെ അവസ്ഥ അവന് മനസ്സിലായിരുന്നു. അതുകൊണ്ട് തന്നെ ദേഷ്യപ്പെടാതെ കഴിവതും സോഫ്റ്റായി പെരുമാറാൻ അവൻ തീരുമാനിച്ചു. പാൽ അവിടെ ടേബിളിൽ വെച്ചോളൂ സൗവർണിക. തൻ്റെ ഡ്രസ്സൊക്കെ ഈ കബോർഡിലുണ്ട്. വൈകുന്നേരം തൻ്റെ അച്ഛൻ കൊണ്ടു തന്നിരുന്നു. വേണമെങ്കിൽ ബാത്റൂമിൽ പോയി ഒന്ന് ഫ്രഷ് ആയിക്കും. തലയാട്ടി വേഗം തന്നെ കബോർഡ് തുറന്ന് ഡ്രസ്സ് എടുത്തു സച്ചു. തിരിഞ്ഞു നിന്ന് ടവൽ പരതുമ്പോഴേക്കും സൗവർണികയുടെ ഷോൾഡറിലേക്ക് ടവൽ വെച്ചു കൊടുത്തു മനു. അതും എടുത്ത് ബാത്റൂമിലേക്ക് ഒരു ഓട്ടം വെച്ചു കൊടുത്തവൾ. ബാത്റൂം ഡോർ ചാരി അതിൽ ചേർന്ന് നിന്ന് നെഞ്ചിലെ മിടിപ്പ് ശാന്തമാക്കാൻ ശ്രമിച്ചു. ഇന്നലെ പുലിയെ പോലെ ചീറിയവൻ്റെ ഇപ്പോഴത്തെ ശാന്തമായ പെരുമാറ്റം അവളിൽ അത്ഭുതവും ഭയവും ഒരുപോലെ നിറച്ചു. ബാത്റൂം ഡോർ തുറക്കുന്ന ശബ്ദം കേട്ടാണ് മനു ഫോണിൽ നിന്ന് മുഖമുയർത്തി നോക്കിയത്. അവനെ തന്നെ നോക്കിക്കൊണ്ട് ഇറങ്ങുന്ന സച്ചുവിനെ നോക്കി മനു ചെറുതായി ഒന്ന് പുഞ്ചിരിച്ചു. നീളമുള്ള മുടിത്തുമ്പ് കെട്ടി അടുത്ത് തന്നെയുള്ള സ്റ്റാൻഡിൽ ടവൽ വിരിച്ച് കട്ടിലിനോട് ചേർന്ന് നിന്നവൾ. സൗവർണിക. മനുവിൻ്റെ വിളിയിൽ തലയുയർത്തി നോക്കിയവൾ. ഇവിടെ ഇരിക്കെ, എനിക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. ഇന്നലെ പറയാൻ വന്നിട്ട് അവസാനം ഉടക്കി പിരിഞ്ഞു. ഇന്ന് പിണക്കങ്ങളോ ദേഷ്യങ്ങളോ ഇല്ലാതെ ഒരു തീരുമാനത്തിലെത്തണം നമുക്ക്. ബെഡിനൊരു വശത്തേക്ക് നീങ്ങിക്കൊണ്ട് അടുത്തിരിക്കാൻ അവൻ കൈനീട്ടി വിളിച്ചു. ബെഡിലിരുന്ന് പരസ്പരം നോക്കുമ്പോഴും എന്തൊക്കെ പറയണമെന്നുള്ള തീരുമാനങ്ങൾ എടുക്കുകയായിരുന്നു ഇരുവരുടെയും ഉള്ളം. കുറച്ച് നിമിഷത്തെ മൗനത്തിന് ശേഷം മനു തന്നെ അത് ഭേദിച്ചുകൊണ്ട് സംസാരത്തിന് തുടക്കമിട്ടു. നമ്മൾ രണ്ടുപേരും ഒരിക്കലും പ്രതീക്ഷിക്കാത്ത കാര്യങ്ങളാണ് ഇന്ന് നമ്മുടെ ജീവിതത്തിൽ നടന്നത്. ഒരു വിവാഹമൊന്നും ഇപ്പോൾ എൻ്റെ മനസ്സിലുണ്ടായിരുന്നില്ല. പ്രായവും ആയി വരുന്നേ ഉള്ളൂ. കുറച്ചുകൂടി കാലം ബാച്ചിലർ ലൈഫ് എൻജോയ് ചെയ്ത് നടക്കണം. എൻ്റെ ഡ്രീംസൊക്കെ അച്ചീവ് ചെയ്യണം. എല്ലാത്തിനും അവസാനം ഞാൻ കണ്ടെത്തുന്ന ഒരു കുട്ടിയെ വിവാഹം ചെയ്യണം. ഇതൊക്കെയായിരുന്നു ഉള്ളിൽ. ബട്ട് എല്ലാം മാറിമറിഞ്ഞു. ഇപ്പോൾ ആകെ കൺഫ്യൂസ്ഡാണ് ഞാൻ. വിധിയെ അക്സെപ്റ്റ് ചെയ്യാൻ മനസ്സൊരുക്കമല്ലാത്ത പോലെ. ഒന്നിച്ചു മുന്നോട്ട് പോകാൻ പറ്റില്ലെന്ന് തോന്നുന്നു. എൻ്റെ കോൺസെപ്റ്റിലുള്ള ഒരാളേ അല്ല സൗവർണിക. അതുകൊണ്ട് തന്നെ ഞാൻ ഒത്തിരി സ്ട്രെസ്ഡാണ്. ഇനി താൻ തന്നെ ഇതിലൊരു തീരുമാനമെടുക്കും.
മനുവിൽ നിന്ന് ഉതിരുന്ന ഓരോ വാക്കുകൾക്കും കാതോർത്തിരിക്കുകയായിരുന്നു സച്ചു. മനു പറഞ്ഞ ഓരോ വാക്കുകളും അവളുടെ ഉള്ളിലും ചിന്തകളെ ഉണർത്തുന്നുണ്ടായിരുന്നു. ഇതുപോലെ കുറേ ആഗ്രഹങ്ങൾ അവളും ഉള്ളിൽ കൂട്ടിവെച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ മറ്റുള്ളവർക്ക് വേണ്ടി ഉപേക്ഷിച്ചതാണ്. സച്ചുവിൽ നിന്നൊരു മറുപടിക്കായി അവളെ തന്നെ നോക്കിയിരിക്കുന്ന മനുവിനെ അവളും ശ്രദ്ധിച്ചു. ആളുടെ രൂപത്തിന് താൻ ചേരില്ലെന്ന് തനിക്ക് തന്നെ വ്യക്തമായി അറിയാം. ബാഹ്യ സൗന്ദര്യം മാത്രം നോക്കിയാണോ മനു എന്നെ വേണ്ടെന്ന് വെക്കുന്നത്? അങ്ങനെ ഉപേക്ഷിക്കേണ്ടതാണോ വിവാഹബന്ധം? മനസ്സിൻ്റെ സൗന്ദര്യത്തിന് ഇവിടെ യാതൊരു വിലയുമില്ലേ? ബന്ധം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുമോ എന്നൊന്ന് ശ്രമിച്ചു നോക്കുക കൂടി ചെയ്യാതെ ഇത് പറ്റില്ലെന്ന് പറഞ്ഞ മനുവിൻ്റെ വാക്കുകളിൽ അവൾക്കുള്ളിൽ തീർത്തും ദേഷ്യം നിറച്ചിരുന്നു. അങ്ങനെയുള്ള ഒരാളുടെ കൂടെ മുന്നോട്ട് ജീവിച്ചിട്ട് യാതൊരു കാര്യവുമില്ലെന്ന് അവൾക്ക് തോന്നി. കഴുത്തിൽ കിടക്കുന്ന താലിയെ നോക്കുന്തോറും അവളുടെ മിഴികൾ നിറഞ്ഞു. മനു പറഞ്ഞതൊക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ പെട്ടെന്നൊരു തീരുമാനമെടുക്കാൻ പറഞ്ഞാൽ എന്നെക്കൊണ്ട് പറ്റില്ല. കുറച്ചുനാൾ എന്തായാലും ഈ ദാമ്പത്യം തുടരേണ്ടി വരും. ഇവിടുത്തെ പ്രശ്നപരിഹാരം കഴിയണവരെ ബന്ധം പിരിയാൻ പറ്റില്ലല്ലോ. വിവാഹം കഴിഞ്ഞ് 6 മാസം കഴിയാതെ ഡിവോഴ്സ് മൂവ് ചെയ്യാനും പറ്റില്ല. അതുവരെ ഇങ്ങനെ പോകട്ടെ. 3 ദിവസം കഴിഞ്ഞാൽ ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോകും. നെക്സ്റ്റ് വീക്ക് ജോബിന് ജോയിൻ ചെയ്യണം. അപ്പോൾ പിന്നെ ഇങ്ങനെ പരസ്പരം കാണേണ്ടതില്ലല്ലോ. ബാക്കി കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ മനു തന്നെ തീരുമാനിച്ചോളും. ഇതിൽ കൂടുതൽ ഒരു തീരുമാനമെടുക്കാൻ അവളെ കൊണ്ട് ആവില്ലായിരുന്നു. ഇഷ്ടപ്പെടാതെ നടന്ന വിവാഹമാണേലും താലി കഴുത്തിലണിഞ്ഞു മണിക്കൂറുകൾ പിന്നിടുമ്പോഴേക്കും അത് അറുത്തു മാറ്റാനുള്ള തീരുമാനവും കൈക്കൊള്ളുമ്പോൾ അവളുടെ ഉള്ളം പിടയുന്നുണ്ടായിരുന്നു. താലി എന്നും ഏതൊരു സ്ത്രീക്കും പ്രിയപ്പെട്ടതാണെന്ന് ആ സമയം അവളും തിരിച്ചറിഞ്ഞു. സച്ചു ഇത്രയും പറഞ്ഞിട്ടും മനു ആകെ ശ്രദ്ധിച്ചത് അവളുടെ മനു എന്ന വിളി മാത്രമാണ്. കാണാൻ നാടനാണേലും നാവ് നാട്ടിൻപുറമല്ല. സാധാരണ എല്ലാവരും ഭർത്താവിനെ ഏട്ട എന്നല്ലേ വിളിക്കുക. പിന്നെ ഇവൾക്കൊന്നെ വിളിച്ചാൽ എന്താ? അവളുടെ ഒരു കുഞ്ഞു. പിരിയാമെന്ന് പറയുമ്പോൾ ഒരു സങ്കടം പോലും ഇല്ലല്ലോ അവൾക്ക്. ഓഹ്, എങ്ങനെ ഉണ്ടാകാനായി? ഇന്നലെ അവൾ പറഞ്ഞല്ലോ എന്നെപ്പോലെ ഒരാളെ അല്ല അവൾക്ക് വേണ്ടതെന്ന്. എന്നാലും പിരിയേണ്ട കാര്യം പറയുമ്പോൾ അല്പം സങ്കടം ആ മുഖത്ത് താൻ പ്രതീക്ഷിച്ചോ? ഇല്ല. എന്തിന്? അവളോട് ഇതുവരെ ഒരു അടുപ്പം പോലും തോന്നിയിട്ടില്ല. അവളേക്കാൾ ബെസ്റ്റ് എനിക്ക് കിട്ടും. ഇത് വെറും ഒരു പട്ടിക്കാട്ട്. പുച്ഛത്താൽ ചുണ്ടുകൾ കൊട്ടിയവൻ. താൻ എന്നാൽ കിടന്നോ? കുറച്ചു കാലം ഇങ്ങനെ പോകട്ടെ. സമയമാകുമ്പോൾ പിരിയാം. ഡിവോഴ്സ് ഒന്നും ഫയൽ ചെയ്യേണ്ടി വരില്ല. നമ്മൾ രജിസ്റ്റർ ചെയ്തിട്ടില്ലല്ലോ. തൽക്കാലം ഇപ്പോൾ അറിയുന്നവരല്ലാതെ തൻ്റെ നാട്ടിലൊന്നും ആരോടും വിവാഹം കഴിഞ്ഞത് പറയണ്ട. തലയാട്ടി മനുവിന് ഉത്തരം കൊടുക്കുമ്പോഴും എവിടെ കിടക്കണമെന്നായിരുന്നു സച്ചുവിൻ്റെ ചിന്ത. സാധാരണ കഥയിലൊക്കെ ഇത്തരം സിറ്റുവേഷനിൽ ഒരു സോഫയോ പായയോ ഒക്കെ ഉണ്ടാകാറുണ്ട്. ഇവിടെ അതൊന്നും കാണുന്നുമില്ല. ദൈവമേ, ഇനി നിലത്ത് ഷീറ്റ് വിരിച്ച് കിടക്കേണ്ടി വരുമോ? സച്ചുവിൻ്റെ കണ്ണുകൾ റൂം ആകമാനം പാഞ്ഞു നടക്കുന്നത് മനു കാണുന്നുണ്ടായിരുന്നു. സൗപർണികയ്ക്ക് എന്നെ വിശ്വാസമുണ്ടെങ്കിൽ നമുക്ക് ഈ ബെഡ് ഷെയർ ചെയ്യാം. ഈ സൈഡ് എൻ്റെ, ആ സൈഡ് തൻ്റെ. ഞാൻ അങ്ങോട്ടേക്കും വരില്ല, താൻ ഇങ്ങോട്ടേക്കും വരരുത്. ഓക്കെ? സത്യം പറഞ്ഞാൽ ആ ഓപ്ഷൻ കേട്ടപ്പോൾ ശരിക്കും സന്തോഷമാണ് തോന്നി. നിലത്ത് കിടക്കാൻ എന്തായാലും തന്നെ കൊണ്ടുപറ്റില്ല. ഇവിടെ ഇപ്പോൾ എല്ലാവർക്കും അറിയാം റൂമിൽ ഒരുമിച്ചാണേലും ഒന്നും നടക്കില്ലെന്ന്. സോ ആരും തെറ്റിദ്ധരിക്കില്ല. സച്ചു വേഗം തന്നെ ചാടിക്കടന്ന് അവൾക്ക് അലോട്ട് ചെയ്ത സ്ഥലത്ത് പുതപ്പ് മുതച്ച് കിടന്നു. അവളുടെ കട്ടായങ്ങളൊക്കെ കണ്ട് കണ്ണൊന്ന് വിഴിച്ചു മനുവിൻ്റെ. രാവിലെ എഴുന്നേൽക്കുമ്പോൾ മുറിയിൽ അവളുണ്ടായിരുന്നില്ല. ഫ്രഷായി താഴെ ചെല്ലുമ്പോൾ ഡൈനിങ് ടേബിളിൽ അച്ഛനും അമ്മയ്ക്കൊപ്പം എന്നെയും കാത്തിരിക്കുന്നുണ്ട്. അമ്മയോട് എന്തൊക്കെയോ പറഞ്ഞു ചിരിക്കുന്നുണ്ട്. കൂടെ ഇടയ്ക്ക് അച്ഛനും കൂടുന്നത് നടന്നു വരുന്നതിനിടയിൽ കാണുന്നുണ്ടായിരുന്നു. മനു ഇരുന്നപ്പോൾ എല്ലാവരും ഫുഡ് കഴിക്കാൻ തുടങ്ങി. കുറച്ച് സമയം കൊണ്ട് തന്നെ ഉഷയ്ക്ക് സച്ചുവിനെ പിടിച്ച മട്ടാണ്. അവളെ ചുറ്റിപ്പറ്റി തന്നെയായിരുന്നു ഉഷ. ഒരു മോളെ ലഭിച്ച സന്തോഷം ആ മുഖത്ത് തെളിഞ്ഞു കാണുന്നുണ്ട്. മനു, ശിവശങ്കരൻ്റെ ശബ്ദം കേട്ടപ്പോഴാണ് അമ്മയുടെ മുഖത്തു നിന്ന് മനു കണ്ണുകളെടുത്തത്. എന്താച്ചാ? ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് 2 പേരും വേഗം റെഡിയായി വരണം. വിവാഹം രജിസ്റ്റർ ചെയ്യാൻ പഞ്ചായത്തിൽ പോകണം. കാവിലെ രജിസ്റ്ററിൽ സൈൻ ചെയ്തത് കൊണ്ട് തന്നെ പഞ്ചായത്തിൽ അത് കൊടുത്താൽ മതി. ഒരാഴ്ചക്കുള്ളിൽ സർട്ടിഫിക്കറ്റ് കിട്ടും. ഞാൻ പഞ്ചായത്തിലെ സുനിയോട് വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. അവനെല്ലാം ശരിയാക്കിക്കോളും. പിന്നെ മോളും ഫാമിലിയും നാളെ കൂടിയല്ലേ ഇവിടെയുള്ളൂ. അതുകൊണ്ട് എല്ലാം വേഗം ചെയ്യണം. നീയും മറ്റന്നാൾ എറണാകുളം പോവുമല്ലേ? മനുവിൻ്റെ വായിൽ വെച്ച ഇഡലി വയറിനെ സ്വീകരിക്കാനാവാതെ ടേബിളിൽ തന്നെ തലതല്ലി വീണു.
മനുവിൻ്റെ മുഖഭാവം കണ്ടു പൊട്ടി വന്ന ചിരി കടിച്ചമർത്താനാകാതെ ചുണ്ടുകൾ കൂട്ടിപ്പിടിച്ച് കൈകൊണ്ട് വാ അമർത്തിപ്പിടിച്ചു സച്ചു. ആരും കാണാതിരിക്കാൻ ചിരി അടക്കി പിടിച്ചതുകൊണ്ട് തന്നെ സച്ചുവിൻ്റെ ദേഹമാകെ ചെറുതായി കുലുങ്ങി കണ്ണുകൾ നിറഞ്ഞു വന്നു. മനു നോക്കുമ്പോൾ കാണുന്നത് കൈകൊണ്ട് കരച്ചിലടക്കി ആരും കാണാതെ വിതുമ്പുന്ന സച്ചുവിനെയാണ്. അത് അവനിലും സങ്കടം നിറച്ചു. പാവം, അവൾക്കും അത് കേട്ടപ്പോൾ വിഷമമായെന്ന് തോന്നുന്നു. ഇപ്പോൾ രജിസ്ട്രേഷനൊക്കെ വേണോ അച്ഛാ? ഇന്ന് ഞങ്ങൾക്ക് പൂജയിലൊക്കെ പങ്കെടുക്കണ്ടേ? പിന്നീട് ഒരു ദിവസം ചെയ്യാം ഇതൊക്കെ. അച്ഛൻ്റെ തീരുമാനം മാറ്റാൻ ഒരു പരിശ്രമം നടത്തിയവൻ. ഞാൻ വസുദേവൻ നമ്പൂതിരിയോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അദ്ദേഹം പോയി രജിസ്റ്റർ ചെയ്തോളാനാണ് പറഞ്ഞത്. അതൊക്കെ കഴിയുമ്പോഴേക്കേ നിങ്ങളുടെ ആവശ്യം അവിടെ ഉണ്ടാകും. വർത്തമാനം പറഞ്ഞിരിക്കാതെ വേഗം റെഡിയാകും രണ്ടുപേരും. സച്ചുവിൻ്റെ വീട്ടുകാർ ഇപ്പം എത്തും. ഇനി പറഞ്ഞിട്ട് കാര്യമില്ലെന്ന് മനസ്സിലായതോടെ മനു വേഗം പോയി റെഡിയായി വന്നു. അവൻ റൂമിനു വെളിയിലേക്ക് വന്ന ഉടനെ സച്ചു വേഗം റൂമിലേക്ക് കയറി. പീക്കോ കളറിൽ 2 സൈഡും ഗോൾഡൻ കളറുള്ള ഒരു സാരി ധരിച്ച് താഴേക്ക് വരുമ്പോഴേക്കും അവളുടെ വീട്ടുകാരും എത്തിയിരുന്നു. അച്ഛനോടും അമ്മയോടും വിച്ചുവിനോടും ഒക്കെയുള്ള മനുവിൻ്റെ വളരെ സൗഹാർദ്ദപരമായ പെരുമാറ്റം സച്ചുവിൻ്റെ ഉള്ളം നിറച്ചു. സച്ചുവിനെ കണ്ടപ്പോൾ തന്നെ വിച്ചുവും കനകയും ഓടി വന്ന് കെട്ടിപ്പിടിച്ചു. ഒരു രാത്രി അവളെ പിരിഞ്ഞിരുന്ന വേദന കണ്ണീരാലും ചുംബനങ്ങളാലും അവരൊഴുക്കിത്തീർത്തു. അവളുടെ കണ്ണുകളും നിറഞ്ഞു. നേരെ പഞ്ചായത്ത് ഓഫീസിലേക്കായിരുന്നു എല്ലാവരും പോയത്. രജിസ്ട്രേഷൻ പ്രൊസീജിയറൊക്കെ കഴിഞ്ഞ ശേഷം എല്ലാവരും കൂടി പൂജയിൽ പങ്കെടുക്കാനായി കാവിലേക്ക് നീങ്ങി. തുടരും. കഥ ഇഷ്ടമായെങ്കിൽ എന്നെ സപ്പോർട്ട് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. വീണ്ടും അടുത്ത പാട്ടുമായി നാളെ ഈ സമയം ഞാൻ എത്തുന്നതായിരിക്കും. താങ്ക് യു. ബൈ.